ആരാണ്? നിന്റെ അച്ഛൻ അപ്പുള്ള എത്തണ്ടി. അല്ല, എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ. സാറാണോ? അതെ, അത് അറിയാമല്ലോ, പിന്നെന്തിനാണ് ആരാണെന്ന് ചോദിക്കുന്നത്. ഈ ടീം ഏതാ? അതാ പുതിയ പിള്ളേരാ, അറുക പാർട്ടികളാ. അല്ല സാർ, ഞാൻ 2 നമ്പറിൽ വിളിച്ചത്, അതാണ്. ശരി, പറഞ്ഞു. ആരാണ്, എവിടുന്നാണ്? ഞാൻ സാർ തിരുവനന്തപുരത്തുനിന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് എവിടെയാ? തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്തു നിന്നാണ്. ഊരുട്ടമ്പലം. പറഞ്ഞോ, എന്തായിരുന്നു? സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാധാകൃഷ്ണൻ. ഹലോ. സുഹൃത്താ? ഏത് സുഹൃത്ത്? സുഹൃത്ത്? അല്ല, സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഞാനിത് അങ്ങോട്ട്, ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. തങ്കഞ്ഞാന്റെ പറമ്പില് റബ്ബറിന്റെ കുഴി എടുക്കാനായിട്ട് ഫോൺ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കുഴി കുത്താൻ വേണ്ടി ഫോൺ വിളിച്ചു. നീ തങ്ങനെ അറിയോ? തങ്കഞ്ചേട്ടനാ ഞങ്ങളെ തങ്കഞ്ഞാനോടോ. അതെ. കോടതിയുടെ തീരുമാനമാണ്, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ സാർ, ഞാന് ആള് വരും. എന്താണ് ചോദിക്കാൻ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? സുഹൃത്താ? അല്ല, ഞാന് വാർത്തയിലൊക്കെ കേട്ടോണ്ട് അറിയാതെ. നിർത്തിക്കോ, ജീവൻ വേണമെങ്കിൽ നിർത്തി പൊയ്ക്കോ കേട്ടോ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വാർത്തയിലാ, വീട്ടിൽ വന്ന് അടിച്ച് പിരിക്കുന്നില്ലേ? പറഞ്ഞാ കേൾക്കാത്ത മുതലല്ലേ, പോയി സമ്മാനം മേടിച്ചിട്ട് വരട്ടെ. സാർ, ഞാൻ അങ്ങനെയല്ല സാർ. വാർത്തയാ. ഇപ്പൊ വരും. എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത്. അയാൾ അറിയാതെ വിളിച്ചു പോയതാണ്, വിട്ടുകളയെന്ന് പറഞ്ഞാൽ ഓക്കെ. അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല. ആകാശൻ സുഹൃത്താ? അല്ല, ഞാന് വാർത്തയിൽ അങ്ങനെ പറഞ്ഞപ്പോ വെച്ച് പൊയ്ക്കോ. ജീവൻ കൊതിയുണ്ടെങ്കിൽ വെച്ച് പൊയ്ക്കോ കേട്ടോ. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കരുത് കേട്ടോ. നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു. കോളനിന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണേലും പൊക്കിയിരിക്കും. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല, വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ. ഇവിടെ പറഞ്ഞ കണകുണ ചോദ്യങ്ങളും ചോദിക്കരുത്. നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ഭാഗ്യം, ബ്രഹ്മചര്യം പോയില്ല. ഇറങ്ങിയിരിക്കുകയാണോ പരിപാടിയായിട്ട്? ശരി, ഓക്കെ. അതേപോലെ എത്ര നാളായി ഇക്ക കണ്ടിട്ട്. അല്ല, ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ. ആചാരപടിക്ക് ഇതാ ബെസ്റ്റ്. മേല വിളിച്ചു പോരുന്നു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. കണ്ണിൽ കൊള്ളാനുള്ളത് പുരകത്തു കൊണ്ടെന്ന് വിചാരിച്ച മതി. അപ്പൊ അടുത്ത കേസ് ഉണ്ടാക്കിയിട്ട് കാണാം.